ഒറ്റയൊരു വരി മാത്രമേ ഉള്ളൂ, പക്ഷേ അർത്ഥങ്ങൾ പലതാണ്. അങ്ങനെ ഒരു വരിയെ പരിചയപ്പെടാം. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ദ ധൂളിക. ശ്രുതി എന്നാൽ വേദങ്ങൾ. വേദങ്ങൾ സീമന്തരേഖയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരം വീണ് ചുവപ്പാർന്നതാണ് മൂവുലകങ്ങളെയും പൂനില പാലൂട്ടുന്ന മാതൃസ്വരൂപിണിയുടെ പാദങ്ങൾ എന്ന ആദ്യത്തെ അർത്ഥവും. എന്നാൽ ദേവിയുടെ സീമന്തരേഖയിൽ അണിഞ്ഞിരിക്കുന്ന സിന്ദൂരപ്പൊടി കൊണ്ട് ചുവപ്പാർന്ന ആ പാദങ്ങളിൽ വേദങ്ങൾ വന്ന് നമസ്കരിക്കുമ്പോൾ ആ ഒരു അടയാളം വെങ്കല അടയാളമായി അവരുടെ നെറ്റിയിൽ അണിയുന്നു എന്ന രണ്ടാമത്തെ അർത്ഥവും നമുക്ക് ഒരേ സമയം തന്നെ മനസ്സിലാവും. എന്നാൽ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചാൽ ആദ്യത്തേത് അല്പം കൂടി അടുത്ത് ഹൃദയത്തിൽ നിൽക്കുന്നു എന്ന് തോന്നും. കാരണം വേദപുരാണങ്ങൾക്കും അതീതമാണ് മാതൃസങ്കല്പം എന്ന അർത്ഥമാണ് ആദ്യത്തേത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഒരു വരി കടന്നു വരും. അതിൽ പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ അതിലെ യഥാർത്ഥ അർത്ഥത്തെ മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്നേഹപൂർവ്വം, ഐശ്വര്യ.